നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ്റെ വിതരണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ, ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കുള്ള സഹായം, 2000 രൂപയുടെ സഹായത്തിൻ്റെ വിതരണ അറിയിപ്പാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത്. അടുത്തയാഴ്ചയായിരിക്കും വിതരണം നടക്കുക. അതായത് ജനുവരിയിൽ സംസ്ഥാന ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം അടുത്തയാഴ്ചയാണ് നടത്തപ്പെടുന്നത്. റിപ്പബ്ലിക് ദിനത്തിനൊക്കെ ശേഷമായിരിക്കും വിതരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക. നിലവിൽ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് ഉത്സവ സമയങ്ങളൊക്കെ ആയിരുന്നു, ആഘോഷ സമയങ്ങളായിരുന്നു, അതുകൊണ്ടൊക്കെ വിതരണം നേരത്തെയാക്കിയിരുന്നു. എന്നാൽ ഈ മാസം മുതൽ എല്ലാ മാസങ്ങളിലും 30-ാം തീയതിക്കും അതോടൊപ്പം തന്നെ 25-നും ഇടയിലുള്ള ഒരു തീയതിയിലായിരിക്കും വിതരണ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുക. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ട് അറിയിപ്പ് വളരെ വൈകാതെ ഇറങ്ങുന്നതുമായിരിക്കും. അപ്പോൾ വിതരണം തീർച്ചയായിട്ടും നമുക്ക് മുൻപുള്ള പോലെ എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യമുണ്ട്. എന്നാൽ തുടർന്നുള്ള മാസങ്ങളിൽ സ്ത്രീ ഗുണഭോക്താക്കൾ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്, അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവർ, അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ആധാറിൻ്റെ കോപ്പി കൂടി ചേർത്ത് ഏൽപ്പിക്കേണ്ടത്. ഇനി ചുരുക്കം ചില ഗുണഭോക്താക്കൾ നാളിതുവരെയായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരുടെ ലിസ്റ്റ് സർക്കാർ കൃത്യമായിട്ട് പ്രസിദ്ധീകരിക്കുകയും പഞ്ചായത്ത് വഴി നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. അങ്ങനെ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് കൂടി ഏൽപ്പിക്കേണ്ടതാണ്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി വഴി 5 ലക്ഷം രൂപയോളമാണ് ഒരു കുടുംബത്തിന് ലഭിക്കുക. ഇത്തരത്തിൽ പുതുതായിട്ട് ഇതിലേക്ക് കാർഡിൽ അംഗങ്ങളെ ചേർക്കുന്ന ഒരു നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. നിലവിൽ സജീവമായിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ മുൻപ് തന്നെ ചേർക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ, ഇതുകൂടാതെ തന്നെ സർക്കാരിൻ്റെ മറ്റ് ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലും എംപാനൽ ചെയ്ത് പ്രവർത്തിക്കുന്ന ആശുപത്രികൾ ഇപ്പോഴുമുണ്ട്. ഇവയുടെ എല്ലാം ലിസ്റ്റ് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. അവിടെ കൃത്യമായിട്ട് അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഉണ്ടാകും, വിളിച്ച് അന്വേഷിക്കുക. അതിനുശേഷം ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് അല്ലെങ്കിൽ തുടർ ചികിത്സകൾക്ക് അല്ലെങ്കിൽ സർജറികൾക്ക് വിധേയമാകാവുന്നതാണ്. 5 ലക്ഷം രൂപയോളം കാർഡിന് ലഭിക്കുന്നുണ്ട്. എന്നാൽ ഈ കാർഡുകൾ ഇല്ലാത്തവർക്ക് KBF, കാരുണ്യ ബെനവലൻ്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്കീം കൂടിയുണ്ട്. 2 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലഭിക്കും. കുടുംബ വാർഷിക വരുമാനം നോക്കിയാണ് ഇവിടെ ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. കുടുംബ വാർഷിക വരുമാനം 3 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. വാർഷിക വരുമാനം തെളിയിക്കുന്ന റേഷൻ കാർഡോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റോ ഹാജരാക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൂടി പദ്ധതി നമ്മുടെ സംസ്ഥാനത്തുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഈ പദ്ധതിയുടെ ആനുകൂല്യം കൂടുതലായിട്ട് ലഭിക്കുക സർക്കാർ മെഡിക്കൽ കോളേജുകൾ, അതോടൊപ്പം തന്നെ ജില്ലാ ആശുപത്രികൾ, താലൂക്ക് ആശുപത്രികൾ എന്നിവിടങ്ങളിലായിരിക്കും. അപ്പോൾ മറ്റ് സംശയ നിവാരണങ്ങൾക്ക് സ്റ്റേറ്റ് ഹെൽത്ത് അതോറിറ്റിയുടെ ഹെൽപ്പ് ലൈൻ നമ്പരൊക്കെ ആയിട്ട് നമുക്ക് ബന്ധപ്പെടുകയും ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് എല്ലാ പദ്ധതികൾക്കും പ്രത്യേകിച്ച് ഈ ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗ്യാസ് സിലിണ്ടർ, നമുക്കെല്ലാം ഇന്ത്യൻ അല്ലെങ്കിൽ HP ഭാരതിൻ്റെ ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടാവും. ഗാർഹിക ഗ്യാസ് സിലിണ്ടറുകൾ ഇലക്ട്രോണിക് KYC ചെയ്ത് അത് പുതുക്കി എടുക്കേണ്ടതാണ്. ഇത്തരത്തിൽ പുതുക്കി എടുത്തില്ല എങ്കിൽ നമുക്കൊരു പക്ഷേ റീഫില്ല് ചെയ്യുന്നതിൽ പിന്നീട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് അറിയിപ്പ് വരുന്നതനുസരിച്ച് ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സബ്സിഡി ഗ്യാസ് ലഭിക്കുന്ന ഉപയോക്താക്കളുണ്ട്. BPL AY കാർഡിൽ ഉൾപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾ. അങ്ങനെയുള്ളവർ മാർച്ച് 31 മുൻപ് ഈ KYC ചെയ്യണമെന്ന അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ KYC ചെയ്തില്ല എങ്കിൽ പിന്നീട് അവർക്ക് സബ്സിഡി ലഭിക്കുന്നതുമല്ല. ഇനി ബാക്കിയുള്ള, അതായത് നിലവിൽ മുൻപ് ഗ്യാസ് സബ്സിഡിയൊക്കെ ലഭിച്ചിരുന്നു, എന്നാൽ ഇപ്പോൾ ലഭിക്കുന്നില്ല, അങ്ങനെ നിരവധി ഗുണഭോക്താക്കളുണ്ട്. ഗ്യാസ് സബ്സിഡി കേന്ദ്ര സർക്കാർ നിർത്തലാക്കുകയാണ് ചെയ്തത്. എങ്കിലും നമ്മൾ ഈ KYC പൂർത്തീകരിക്കണം. ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിച്ചെങ്കിലും അല്ലെങ്കിൽ റീഫില്ല് ചെയ്യുന്നതിലൊക്കെ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും തന്നെ ഈ KYC ചെയ്ത് എടുക്കേണ്ടതാണ്. ഇനി ഗ്യാസ് കണക്ഷൻ എടുത്തിരുന്ന ഉടമ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഓണർഷിപ്പ് ചേഞ്ച് വഴി മറ്റൊരാളിലേക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയും അവർ പിന്നീട് ഈ KYC ചെയ്ത് ഇത് പുതുക്കിയെടുത്താൽ മതിയാകും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.